എക്സ്പീരിയൻസ് പട്ടായി പോയി. അപ്പൊ ഞാൻ ചെന്ന് കാലിലോട് ഭയങ്കര ഇതൊക്കെ പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു നോക്കിയോ താൻ ഇത്ര പാവമായിരുന്നു. ഞാൻ വിചാരിച്ച ആ പടത്തിനിടെ ദുഷ്ട പ്രത്യേകിച്ച് ദുൽഖറിന്റെ വില്ലൻ ഇത്തിരി കടുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ബഡായി ബംഗ്ലാവിന്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നത്. ഞാൻ എഴുതിയ എല്ലാ എപ്പിസോഡും എന്റെ ഉണ്ട്. അതിൽ എഴുതിയേക്കണേ അതെങ്ങനെ എഴുതി അത് അവര് പറഞ്ഞല്ലേ ഇവനെങ്ങനെ എഴുതുന്നത് പറഞ്ഞിട്ട് ഏതോ അയാൾ അവിടെ ഉണ്ടായിരുന്ന പോലെ. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞോടാ വിഷ്ണു ഇനി നീ നിന്റെ വഴിക്ക് പോട്ടെ, ഞാൻ എന്നെങ്കിലും ആ വഴിയിലേക്ക് ഞാൻ വരും. അവനെ വിളിക്കുന്ന ഉൾക്കാരണം എന്നെ വേണ്ട. ആക്ച്വലി അവർ ഫോണിൽ കൂടി പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് വേറെ തരത്തിലുള്ള എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ ഹീറോയിസം. ഞാനും അവനും ഒരുമിച്ച് കൈപിടിച്ചിട്ടുണ്ടായിരുന്നാണല്ലോ. പക്ഷെ ആക്ടറിനെ വേറെ കൊണ്ടുപോകും, റൈറ്റർ അവിടെ തന്നെ നിൽക്കും. അതിൽ വേറൊരു തിരുത്തുള്ളത് 95% സ്ക്രിപ്റ്റാണ്. അതിലും അപ്പനൊരു വിഷമമുണ്ടായി. അപ്പോഴാണ് അപ്പൻ എന്നോട് പറഞ്ഞത് എടാ നീ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത അപ്പോഴാണ്. ഹായ് ഹലോ വെൽക്കം ടു എന്നോട് പറ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിക്കുന്നത് ബിബിൻ ജോർജ് ആണ്. ഹായ്. ഹായ്. കൂടുതലാണല്ലോ ഏറ്റവും പുതിയ വിശേഷം. എന്താണ് കൂടുതലിന്റെ എക്സ്പെക്ടേഷൻ എന്താ എല്ലാ സിനിമകളിലും പോലെ ഇത് നന്നാവും എന്നുള്ള പ്രതീക്ഷ. അതാണ്. എന്താണ് കൂടുതൽ എന്ന് പറഞ്ഞാല് മലയാളത്തിലെ ആദ്യത്തെ ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ ഒരു ക്യാമ്പിൽ നടക്കുന്ന കഥയാണ്. ആദ്യത്തെ ക്യാമ്പിംഗ് പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് കൂടുതൽ. അത് നല്ല പാട്ടുകളിലൂടെ നല്ല വിഷ്വലുകളിലൂടെ അട്ടപ്പാടിയുടെ ഭംഗിയിലൂടെ കടന്നു പോകുന്ന ഒരു ട്രീറ്റാണ് അത്. പിന്നെ അത്രയും ഫീൽ ഗുഡായിട്ട് പോകുമ്പോഴും ഒരു സർപ്രൈസ് എലമെന്റ് പടത്തിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കഥയായിട്ട് എടുത്തത്. അപ്പൊ ഈ കഥയായിട്ട് വന്നപ്പോ എന്താണ് തോന്നിയത്? കഥയായിട്ട് വന്നപ്പോ താനിപ്പോ ചോദിച്ച പോലെ തന്നെ എനിക്കും പരിചയമില്ലാത്തൊരു കാര്യമായിരുന്നു. ഞാനും ആദ്യമായിട്ട് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ക്യാമ്പ്, ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടൊക്കെ എങ്ങനെയാ നമ്മളൊരു രാത്രി ഒരുമിച്ച് കൂടുന്നത് കഴിയുന്നത് എന്നൊക്കെ നമുക്ക് ഓർമ്മ ചിന്തിക്കുമല്ലോ. അപ്പോഴാണ് പുള്ളി എനിക്ക് ഇങ്ങനെ അതിന്റെ ട്രെൻഡാണ്, ഇപ്പോഴത്തെ ഒരു ന്യൂജൻ വൈബാണത് എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടും നല്ല. ക്യാമ്പിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതേ ഒരു ഫീൽ കിട്ടിയായിരുന്നു? ക്യാമ്പില് ബാക്കി എല്ലാവർക്കും കിട്ടി, എനിക്ക് അത്ര കിട്ടിയില്ല. കാരണം എനിക്ക് ഫുള്ള് ഡയലോഗ് പഠിക്കുന്നതിന്റെ ടെൻഷനിലായിരുന്നു ഞാൻ. കുറേ ഡയലോഗ് ഉണ്ടായിരുന്നു. ഈ ക്യാമ്പ് നടത്തുന്ന ആള് ഞാനായിരുന്നല്ലോ. അപ്പൊ അതൊരു വേറൊരു ടീമാണ്. അതായത് കുറച്ച് ഫിലോസഫിയും കുറച്ച് അങ്ങനെ ഗെയിമും കുറച്ചൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഒരു അറ്റൻഷൻ സീക്കറായിട്ട് മൊത്തം നിൽക്കേണ്ടത് കൊണ്ട് എപ്പോഴും വലിയ ഡയലോഗുകളായിരുന്നു. അപ്പൊ ആ ഡയലോഗ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഷനിലായിരുന്നു ഞാൻ ഫുൾ ടൈം. ഷാഫി സാറിന്റെ പടത്തിൽ ആദ്യത്തെ ഷോട്ട് വെക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അച്ഛന്റെ മുഖം ആലോചിച്ചിട്ടാണ് ആ ടെൻഷൻ മാറി കോൺഫിഡൻസ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ? അപ്പനാണ് എന്നെ അഭിനയിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ആള്. അപ്പൊ അപ്പന്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പന് ഇതൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പനും അമ്മയും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. അവരുടെ ഒരു ധൈര്യത്തിലാണ് ഞാൻ എന്ന് പറയുന്ന കുട്ടി മുന്നോട്ട് പോയത്. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങി ഏതെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകേണ്ട ആളാണ് ഞാൻ. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൻ ഇതൊക്കെ കാണണമെന്ന്. അച്ഛൻ കലാകാരനായിരുന്നു. അപ്പൊ പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവരൊക്കെ അപ്പൻ്റെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ നന്നായിട്ട് പാട്ട് പാടിയിരുന്ന ആളാന്ന് എനിക്കറിയാം. വീട്ടിലൊന്നും പാടത്തില്ല, ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഞാനപ്പോ ഒരു 1000 തവണ എന്റെ ഓർമ്മയിൽ അതിന്റെ അപ്പുറം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് പാടുന്നു. അതായത് ഈ 17ാമത്തെ വയസ്സിൽ ചാനലിലേക്കാണ് പോകുന്നത്, അത് മീഡിയയിലേക്ക് എത്തുന്നു പറഞ്ഞപ്പോ അപ്പനൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും. എന്റെ സന്തോഷം അപ്പന് സന്തോഷമായിരുന്നു. എന്റെ ഓർമ്മയിൽ കോമഡി കസിൻസ് എന്ന് പറഞ്ഞ പരിപാടിയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അപ്പൊ അന്ന് മുതൽ അപ്പൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കുറേ എഴുതി എന്നെ തിരിച്ചറിയില്ലല്ലോ. അതിലും അപ്പനൊരു വിഷമമുണ്ടായി. അപ്പോഴാണ് അപ്പൻ എന്നോട് പറഞ്ഞത് എടാ നീ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത്. അപ്പോഴാണ് 3ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് ഇതൊരു പ്രശ്നമാണെന്ന് ഒരു പയ്യൻ കളിയാക്കിയപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞായിരുന്നു. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം ഇൻട്രോവേർട്ടായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്ന് അങ്ങനെ എല്ലാം ചിന്തിച്ചിട്ട് വരണമെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ കുറച്ചൊരു മെന്റൽ സ്ട്രെങ്ത് ഒക്കെ വേണ്ടേ? അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ മെന്റൽ സ്ട്രെങ്ത് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഉണ്ടല്ലോ ഞാൻ പെട്ടെന്ന് കരയും, പെട്ടെന്ന് വിഷമിക്കും. ചെറിയ കാര്യത്തിന് ഞാൻ ഭയങ്കരമായിട്ട് കരയും, വിഷമിക്കുന്ന ആളാണ്. എല്ലാവരും എന്നോട് പറയും, എന്നെ നന്നായി പരിചയമുള്ള എല്ലാവരും പറയും പെട്ടെന്ന് വിഷമിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആണ്. പിന്നെ എവിടെ നിന്ന് ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചില വാശികളിലൂടെയും അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് ആഗ്രഹത്തിന്റെ പുറത്തും
അങ്ങനെയൊക്കെ നടക്കണായിരിക്കുള്ളൂ. ഞാൻ അങ്ങനെ ഭയങ്കര മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അല്ല, അത് ഞാൻ ചിന്തിച്ചായിരുന്നു. അത്രയും ചെറിയ പ്രായമാകുമ്പോ ഇപ്പൊ വീട്ടിലാണെങ്കിലും അങ്ങനത്തെ ഒരു അത് അച്ഛനും അമ്മയും തന്ന ധൈര്യമായിരിക്കും. അപ്പനും അമ്മയും നമുക്ക് ഒരു കുഴപ്പമില്ലടാ, നീയൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് വളർത്തിയതിന്റെ ഒരു ഗുണം ഉണ്ടാവും. ക്രിക്കറ്റ് കളിക്കാൻ വിടുകയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അപ്പൻ ആ നാട്ടില് ഞാൻ ഗോളിയാ നിൽക്കുക ഫുട്ബോൾ കളിക്കുമ്പോൾ. എനിക്കാണ് എൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ടൊരു കൂട്ടുകാർക്ക് ആദ്യമായിട്ടൊരു ഫുട്ബോൾ കളിക്കുന്നത് ഞാനാണ്. എനിക്ക് കളിക്കാൻ പറ്റില്ലെന്ന് അറിയാം. ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. കളിക്കാരൊന്നുമല്ല, കളിക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഗോളി നിൽക്കുമായിരുന്നു ഫുട്ബോൾ കളിക്കുമ്പോൾ. പക്ഷെ എനിക്ക് അപ്പച്ചി ഫുട്ബോൾ പഠിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ താൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഫുട്ബോളിന്റെ കാര്യം ഓർക്കണം കുറെ നാൾക്ക് ശേഷം. ഞാൻ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഫുട്ബോൾ പഠിച്ചെന്ന കാര്യം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്തപ്പോ പറഞ്ഞ ബഡായി ബംഗ്ലാവിൽ 130 എപ്പിസോഡ് ചെയ്തേക്കുന്നത്. 136 അതിപ്പോഴാണല്ലേ വൈറലായത്. ഇപ്പൊ ഭയങ്കര വൈറൽ. അതിന്റെ മീം ഒക്കെ വന്നായിരുന്നു. അപ്പൊ പിഷാരടി പറഞ്ഞോണ്ടിരിക്കുന്ന മൊത്തം ബിബിൻ ചേട്ടൻ എഴുതിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. രമേശ് ചേട്ടൻ അതിലൊരു തിരുത്തുണ്ട്. അതായത് ഞാൻ ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞതാണ് ആക്ച്വലി. ഞാൻ പക്ഷെ 3 പേരുടെ പേരും പറഞ്ഞായിരുന്നു. ഞാൻ എഴുതിയ പരിപാടി തന്നെയാണ്. ഞാന്, സുനീഷ് മാർനാട്, കലാപം മധു, ഈ 3 പേരും കൂടി എഴുതിയാണ്. അതിൽ വേറൊരു തിരുത്തുള്ളത് 95% സ്ക്രിപ്റ്റഡാ. മുകേഷ് ഏട്ടന്റെ ജീവിതത്തിലെ കഥകൾ പറയണത് ഒരിക്കലും നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല. അതും അദ്ദേഹം കയ്യിൽ പറഞ്ഞ. രമേശ് ഏട്ടന്റെ ചില കഥകൾ പറയുന്നത് അങ്ങനെ തന്നെ. ബാക്കി അവരുടെ കോൺവെർസേഷൻ, ആര്യായിട്ടുള്ള കോൺവെർസേഷൻ, മനോജ് ഇന്നസിന്റെ എൻട്രി, ധർമ്മേട്ടന്റെ എൻട്രി, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ എൻട്രി അതൊക്കെ നമ്മൾ തന്നെ 95% സ്ക്രിപ്റ്റഡാ. അതിലൊരു സംശയമില്ല. എനിക്ക് കഴിഞ്ഞ സമയം വന്നപ്പോൾ ചിരി വന്നു ചിലർ വായിച്ചിട്ടേ. എനിക്ക് ഇപ്പോഴത്തെ ആളുകളെ ഭയങ്കര ചിരി വരും. ചില കമന്റ് വായിക്കുമ്പം അതിലെഴുതിയേക്കണേ അതെങ്ങനെ എഴുതി ചെയ്യും, അത് അവര് പറഞ്ഞല്ലേ ഇവനെങ്ങനെ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് ഏതോ അയാൾ അവിടെ ഉണ്ടായിരുന്ന പോലെ എഴുതിയിരിക്കണല്ലേ. ബഡായി ബംഗ്ലാവിന്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാൽ മതി. ഫുള്ള് ഞാൻ എഴുതിയ എല്ലാ എപ്പിസോഡും എൻ്റെ ഉണ്ട്. എല്ലാ എപ്പിസോഡും ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അതങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അൺസങ് ഹീറോസ് ആണെന്ന് ഇതിന് മുമ്പ്, ഇതിപ്പോൾ വൈറലാകുന്നതിനൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത്രയും എന്താ ഒരു പ്രശംസ അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് അവർക്ക് എത്താൻ ഇപ്പൊ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ കുറെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഇടുവോ. ഇപ്പൊ ഞാൻ പറയട്ടെ, കട്ടപ്പന കഴിഞ്ഞ സമയത്ത് ഞാൻ അതിന്റെ ഒരു വേറൊരു വശം അനുഭവിച്ച ആളല്ലേ. അതായത് കട്ടപ്പന കഴിഞ്ഞപ്പോഴാണ് ആർട്ടിസ്റ്റിനാണ് വില എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഞാനും അവനും ഒരുമിച്ച് കൈ പിടിച്ചിട്ട് നടന്നാണല്ലോ. പക്ഷെ ആക്ടറിനെ വേറെ കൊണ്ടുപോകും, റൈറ്റർ അവിടെ തന്നെ നിൽക്കും. റൈറ്ററിന് എന്തൊക്കെ വന്നാലും ആ ഒരു റെസ്പെക്ട് ഇത് ഇവിടെ കിട്ടുന്നുള്ളൂ. പക്ഷെ ഹീസ് എ ക്രിയേറ്റർ. പുള്ളിയുടെ തലേന്നാണ് ഇത്. അതായത് റൈറ്റേഴ്സിന് ഇപ്പൊ വിഷ്ണുവിന് ഞാനും കൂടെ ഒരുമിച്ച് എഴുതിയ സ്ക്രിപ്റ്റാണ് കട്ടപ്പന. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എനിക്ക് പിന്നെയും കുറെ നാളിന് ശേഷം ഞാൻ മരവിച്ച് ഇനി അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ചെടുത്ത് ഞാൻ പിന്നെയും വീണ്ടും തീരുമാനിക്കുകയാണ്. കാരണം ഇവിടെ എൻ്റെ ഉള്ളിൽ ആർട്ടിസ്റ്റ് ഉണ്ട്, അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും തീരുമാനിച്ചു അഭിനയിക്കാന്ന്. താൻ പറഞ്ഞത് കറക്റ്റാ. ഇത് ഇവിടെ നിന്നല്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അവൻ എന്നെ കൈ ചേർത്ത് പിടിച്ചു നടന്ന ഒരുത്തരാണ് വിഷ്ണു. കാരണം ഞങ്ങൾ എല്ലായിടത്തും ഒരുമിച്ചായിരുന്നു. ആക്ടർ ആയപ്പോഴും അവനെ വിളിക്കുന്ന ഉൾക്കാരണം എന്നെ വേണ്ട. ആക്ച്വലി അവർ ഫോണിൽ കൂടി പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട ഒരാളും കൂടി വരും എന്ന് പറയുമ്പോ ഇവനും കൂടി ഉണ്ടെന്ന് പറയുമ്പോ ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത്. കാരണം അവിടെ അവർക്ക് അധിക ചെലവല്ലേ നമ്മൾ വരുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കി. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞോടാ, വിഷ്ണു ഇനി നീ നിന്റെ വഴിക്ക് പോട്ടെ, ഞാൻ എന്നെങ്കിലും ആ വഴിയിലേക്ക് ഞാൻ വരും, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം വരുന്ന പടം ഇത് അഭിനയിക്കാനായിട്ട് ആദ്യം വരുന്ന പടം കട്ടപ്പന ഋതിക് കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മുടെ പടമായിട്ട് കൂട്ടുള്ളൂ. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ പടം. ദിലീപ് ഏട്ടന്റെ തല്ലണ ഒരു ഷോട്ട് ഉണ്ടായി പാലത്തിൽ വെച്ചിട്ട്. ഒറ്റ സീൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും റാഫി സാറാണ് എന്നെ വിളിച്ചിട്ട് ഫഹദിന്റെ വില്ലനായിട്ട് റോൾ മോഡൽസിൽ വിളിക്കുന്നത്. റോൾ മോഡൽസിലെ ഫൈറ്റ് കണ്ടിട്ടാണ് ബിഞ്ചുവും സുനിൽ കർമ്മയും ബോംബ് കഥ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇതെല്ലാം കണക്റ്റഡാ. പിന്നെ ഈ ബോംബ് കഥയാണ് എൻ്റെ അടുത്ത് വരുന്നതും ഞാൻ ഷാഫി സാറിലേക്ക് എത്തിക്കുന്നതും അത് സംഭവിക്കുന്നതും നായകനാണെന്നൊക്കെ. പക്ഷേ ഈ കട്ടപ്പനയിൽ തന്നെ ഈ നെക്സലൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടറും ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടർ ആണല്ലോ. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അത് ഇങ്ങനെ അതിന്റെ റൈറ്റർ ആയതുകൊണ്ട് അതിന് ഒരു വില ഉണ്ടാവൂല. അത് അവിടെ തന്നെ ഇരിക്കുള്ളൂ. അതാ അവനെഴുതിയ പടത്തിൽ അവനെ അഭിനയിക്കാലോ. അങ്ങനെ ഓക്കെ. പക്ഷേ അതിലിപ്പോ സലീം കുമാറിന്റെ ആ
ആ വേഷം ഉണ്ടല്ലോ, ആ നെക്സ്റ്റ് ആയി പോകുന്നതിന്റെ കഥ, അത് ശരിക്കും എങ്ങനെയാ അങ്ങനെയാക്കിയത്? എടോ അതൊക്കെ ചോദിച്ചാൽ ആ സമയത്ത് അങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുതിയതാ, വിഷ്ണു ഞാനും കൂടി. ഒരുപാട് പടങ്ങൾ ഇപ്പൊ ചെയ്തല്ലോ, ചെയ്തതില് ഇപ്പം അയ്യോ ചെയ്യണ്ടായിരുന്നു തോന്നിയ പടം വല്ലതും കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഇല്ല. നോ റിഗ്രഷൻ. എന്താ കാര്യം എന്ന് അറിയാമോ, ഞാൻ ഫസ്റ്റ് സിനിമ അഭിനയിക്കുന്നത് കേരള ടുഡേ എന്ന് പറഞ്ഞ പടമാണ്. കേരള ടുഡേ കപിൽ എന്ന് പറഞ്ഞ ആളുടെ ഡയറക്ടർ, ഇന്നത്തെ പ്രിൻസിന്റെ ഡയറക്ടർ ബിൻഡോ അസോസിയേറ്റ്, അവൻ വിളിച്ചിട്ട് ചെല്ലുന്നതാണ്. മക്ബുൽ ഹീറോ, ഞാൻ അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ആ സിനിമ പോലും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡോ നന്ദിയോടെ ഓർക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പാടോ എനിക്ക് കിട്ടിയതെല്ലാം എൻ്റെ ഓരോ സിനിമയും എൻ്റെ വിജയങ്ങളാണ്, ഞാൻ അങ്ങനെ കാണുന്നത്. അത് കഴിഞ്ഞ് രാവ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, അജിത് പെഗാസിസ് അദ്ദേഹം പറഞ്ഞിട്ട് ചെയ്ത, അതിലൊരു നെഗറ്റീവ് റോൾ ചെയ്തത്. അതും കഴിഞ്ഞിട്ടൊക്കെയാണ് അമറും കട്ടപ്പനയൊക്കെ വന്ന് ചെയ്തത്. അത് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മൾ വിജയിച്ചത് മാത്രം നമ്മുടെ ലൈഫിൽ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ? എല്ലാം നമ്മുടെ ഭാഗമായിട്ടാണ് ഞാനിപ്പോഴും സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ കപിൽ ചേട്ടന് ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഞാൻ ആ ഡയറക്ടർ ഒരു പുതിയൊരാളെ കാണുമ്പോൾ ആ മാനസികാവസ്ഥ എന്നും വേണമല്ലോ. ഇപ്പൊ യമണ്ടയിൽ പറഞ്ഞതുപോലെ തന്നെ വില്ലൻ ക്യാരക്ടർ ആയിരുന്നല്ലോ, അത് എഴുതുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു ചെയ്യാന്നുള്ളത്? ഇല്ല, ഞാൻ കുറേ ആലോചിച്ചിട്ട് ചെയ്തത്. കാരണം ബോംബ് കഥയിൽ ഹീറോ ചെയ്തിട്ട് പെട്ടെന്ന് വില്ലൻ ചെയ്യുമ്പോ, പ്രത്യേകിച്ച് ദുൽഖറിന്റെ വില്ലൻ ഇത്തിരി കടുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആളുകൾക്ക് ഇമേജ് എന്ന് പറഞ്ഞ സാധനം ചിലപ്പോഴൊക്കെ വരികയും. ഇപ്പൊ എന്നോട് ചിത്ര ചേച്ചി കഴിഞ്ഞ തവണ കണ്ടു കഴിഞ്ഞപ്പോ, പാട്ടുകാരി, എനിക്ക് ജീവനാ. അപ്പൊ ഞാൻ ചെന്ന് കാലിൽ വീണ് ഭയങ്കര ഇതൊക്കെ പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു, അയ്യോ താൻ ഇത്ര പാവമായിരുന്നു. ഞാൻ വിചാരിച്ച ആ പടത്തും കണ്ട ഒരു ദുഷ്ടനെ. ചിത്ര ചേച്ചിനെ പോലെ സിനിമ അറിയാവുന്ന ഒരാളങ്ങനെ വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ ചില ഇമേജുകളും ബിംബങ്ങളും നമ്മുടെ മനസ്സിലായി പോകും. അപ്പൊ ശരിക്കും എനിക്ക് ബമ്പർ ചിരി വന്നതിന് മുമ്പുള്ള എന്റെ ഇമേജും അതിന് മുമ്പുള്ള ഇമേജും രണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുണ്ട് ചില, അത് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതികളൊക്കെ മാറിയിടും. വിഷ്ണുവിനെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ചേട്ടാന്ന് പറഞ്ഞ് ചെല്ലാൻ തോന്നും. എന്നെ എന്തോ രൂപത്തിലോ എന്തോ ഒരു വില്ലത്തിലെ കിടപ്പുണ്ട്. ഞാൻ ചിരിച്ചാ ഓക്കെയാ, ചിരിച്ചില്ലെങ്കിൽ എന്തോ ദുഷ്ടനാന്ന് തോന്നുന്നു. ഇതുപോലെ ഇപ്പൊ നായകവേഷം ചെയ്യുന്നു, വില്ലൻ വേഷം ചെയ്യുന്നു, അങ്ങനെ ചെയ്യാൻ വേറെ ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? എല്ലാ പരിപാടിയും ചെയ്യാൻ എനിക്ക് ഓക്കെയാണ്, എനിക്ക് സന്തോഷമാണ്. എല്ലാം ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഹീറോ പടം എവിടെയെങ്കിലും ഒന്ന് ചെയ്താൽ മതി. കാരണം അത് വേറെ തരത്തിലുള്ള എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ ഹീറോയിസം. ഹീറോയിസം അല്ല, ഹീറോ പരിവേഷം. അതുപോലെ തന്നെ പറയുന്നത് ഇപ്പൊ DQ ആയിട്ട് ചെയ്യാൻ പോയപ്പോൾ, അതായത് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ DQന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ പുള്ളിയായിട്ട് ഇതിപ്പം കഥ പറയാൻ പോയപ്പോൾ ഉള്ളൊരു ഇത് എങ്ങനെയായിരുന്നു? പുള്ളി ഭയങ്കര ഭയങ്കര ഉഗ്ര ഹ്യൂമൻ ബീങ്. പെട്ടെന്ന് ചിരിക്കും. നമ്മൾ പെട്ടെന്ന് ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ടോട്ടലി നോക്കിയോ ഒരു സോഫ്റ്റ്വെയറുടെ ടീമായിരിക്കുമല്ലോ. ഒന്ന് ഭാഗ്യവും വരാം പെട്ടെന്ന് ചിരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ആകെ ഒരു ലൈഫിലുള്ളൂ, അതിൽ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ചിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് തുടക്കം മുതലേ ചിരി 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 അങ്ങനെ പോയ ഒരാളാണ്. പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു? ഇല്ല, ആദ്യം ഓക്കെ പറഞ്ഞില്ല. കാരണം പുള്ളിക്ക് ആലോചിക്കണമെന്ന് പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞ് പുള്ളി കുറേ സജഷൻ പറഞ്ഞു. കറക്റ്റ് സാധനങ്ങളായിരുന്നു. അതൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത് പണിയെടുത്തതിന് ശേഷം ചെന്നപ്പോഴേക്കും ഓക്കെ. ഇപ്പൊ ഈ തുടക്ക സമയം ഉണ്ടല്ലോ, ഈ തുടക്ക സമയത്ത് ഇപ്പൊ ഇതുപോലെ ആഗ്രഹിച്ചിട്ട് കണ്ട ഒരു ആർട്ടിസ്റ്റുകള് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? അല്ല, അന്നൊക്കെ ജസ്റ്റ് നമ്മൾ കഥകൾ പറഞ്ഞാലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പോവില്ലുള്ളൂ. ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്താലും കളിയിഞ്ചിരിയിലൊക്കെ എത്രയോ ആർട്ടിസ്റ്റുകൾ വന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത് ലാസ്റ്റത്തെ എപ്പിസോഡൊക്കെ ആയപ്പോഴാണ് ആസിഫും കൈലാഷും കൂടി ഒരു ദിവസം വന്ന് ഇന്റർവ്യൂവിന്. ഞാനാണ് ഇന്റർവ്യൂ എഴുതുന്നത്, നാദിർഷക്ക് അവതരിപ്പിക്കുന്നത്. നാദിർഷക്കയും വീണയും അവതരിപ്പിക്കുന്നത്. കൈലാഷ് ഏട്ടൻ നമ്മുടെ ഇപ്പൊ പരിചയമായപ്പോഴാണ് ഞാൻ കൈലാഷ് ഏട്ടനായത്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ അതിനു മുമ്പ് അവരുടെ പേരല്ലേ പറയുള്ളൂ. ജവഹർലാൽ നെഹ്റു എന്നുള്ള നമ്മൾ പഠിച്ചേക്കണേ. അപ്പൊ കൈലാഷ് ഏട്ടൻ ഇത് നീലത്താമര, ആസിഫ് ഋതു, അവനത് കഴിഞ്ഞിട്ടാ വന്ന്. അപ്പൊ ആ സമയത്ത് ഇന്റർവ്യൂ എഴുതുന്നതൊക്കെ ഞാനാ. പക്ഷെ ആ ഒരു ഇന്റർവ്യൂയുടെ സ്നേഹമല്ലേ എപ്പോഴും, അത് കഴിഞ്ഞാൽ പോയല്ലോ. ആസിഫ് അലി ആ സമയത്ത് നല്ല കൂട്ടുകാരനായിരുന്നു. ആർട്ടിസ്റ്റുകൾ വരുമ്പോ നമുക്ക് ഇങ്ങനെ അഭിനയിക്കാനുള്ള ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു? അപ്പോ ഇല്ല, ചോദിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഈ പറഞ്ഞ അഭിനയിക്കാനുള്ളതൊക്കെ കുറച്ച് പേരിങ്ങനെ കളഞ്ഞിരുന്നു.
അപ്പോൾ മനസ്സ് മടുത്തിട്ട് ഞാനത് നിർത്തിയായിരുന്നു ഒരു സമയത്ത്. എഴുത്ത് മാത്രമായിട്ട് ഞാൻ ചുരുങ്ങിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഫ്ലൈറ്റിൽ കയറാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പട്ടായ പോയതാ. അത് ഈ ആർട്ടിസ്റ്റ് ആയതിനു ശേഷമാണ് പോയത്? അല്ല, അതിന് മുമ്പ് പോയേക്കുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഒരു മനസ്സെന്ന് പറഞ്ഞ ടീമുണ്ട്. ആ ടീമിൽ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ പൈസയൊക്കെ പിരിച്ച്, കാരണം ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത് തന്നെയായിരുന്നു ഫസ്റ്റ്. അതങ്ങനെ പോയി. ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് അതാണ് അമർ അക്ബർ അന്തോണിയിലിട്ടത്. അതാണ് ഇട്ടത്. പിന്നെ സുബി ചേച്ചി ഇല്ലേ, സുബി ചേച്ചി ആയിട്ടാണ് ആദ്യത്തെ ട്രിപ്പ് പോകുന്നത് അബുദാബി പ്രോഗ്രാമിന്. ധർമ്മേട്ടനാണ് എന്നെ കൊണ്ടുപോണത്. ആദ്യമായിട്ട് ധർമ്മേട്ടനാണ് എന്നെ കൊണ്ടുപോണത്. സാജൻ പള്ളുരുത്തിയും ധർമ്മേട്ടനും സുബി ചേച്ചിയും റിമി ടോമി ശ്രീനാഥ് അവരൊക്കെ ആയിരുന്നു ടീം. അന്നത്തെ ഒരു വലിയൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ആളാണ്. അന്ന് ബാക്കി ആർട്ടിസ്റ്റുകളെയൊക്കെ പരിപാടി അന്ന് എന്നെ ആർക്കും അറിഞ്ഞുകൂടല്ലോ, ഞാൻ എഴുത്തുകാരൻ മാത്രമല്ലേ. പക്ഷെ അന്ന് എല്ലാവരെയും കൊണ്ടുപോയി ആർട്ടിസ്റ്റുകളെയൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകല്ല ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കാൻ. അപ്പം അന്ന് ഞാൻ ആർട്ടിസ്റ്റ് അല്ലായിരുന്നിട്ട് കൂടി ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഒരു ചെറുപ്പക്കാരൻ എന്നെ കൊണ്ടുപോയി കുറേ സാധനങ്ങൾ എനിക്ക് വേണ്ടി മേടിച്ച് വീട്ടിലേക്ക് ഗിഫ്റ്റ്, പെർഫ്യൂം, സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് തന്ന് വിട്ട അബുദാബിയിലുണ്ട് ആള്. പക്ഷെ എന്നെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എനിക്ക് മെസ്സഞ്ചറിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. ഇന്ന് വരെ ആ പുള്ളി എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്ക് അയാളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത ആളാണ്. ഞാൻ എപ്പോഴും നന്ദിയോടെ അയാളുടെ മുഖം ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് മുഖം ഓർമ്മയില്ല. എത്ര ഒരു 13 വർഷം മുമ്പ്, അമറൊക്കെ ചെന്നതിന് മുമ്പ്, ഞാൻ രസികരാജ എന്ന സമയത്ത് അല്ലേ. പിന്നെ കണ്ടിട്ടില്ല എന്ന് കാണാൻ. പക്ഷെ പുള്ളി, ഞാൻ എപ്പോഴും ആലോചിക്കും എന്റെ ഇന്റർവ്യൂ കാണുന്നല്ലേ, അയാൾക്കറിയാലോ ഞാനാണ്, എന്നെന്തായാലും മറക്കാൻ സാധ്യതയില്ല. പക്ഷെ അയാൾ ഇതുവരെ ബിബിൻ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. ഇത് കാണുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യും.